ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ മമ്മ യൂട്യൂബ് ചാനൽ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ബോൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഏത് യാൺ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് യാണാണെങ്കിലും കുഴപ്പമില്ല. അതിന് കറസ്പോണ്ടിങ് ക്രോഷ്യ ഹുക്ക് സൈസും യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു 3mm ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് യാണാണെങ്കിലും യൂസ് ചെയ്യാം. ഓവർ തിക്നെസ് ഇല്ലാത്ത, അധികം തിക്കായിട്ടില്ലാത്ത യാണ് യൂസ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ് വരുന്ന ഏത് യാണ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ചെറിയൊരു സൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസും ഇതിലെ കുറച്ച് വലിയ സൈസും കുറച്ച് ചെറിയ സൈസ് ആണെങ്കിലും ഒന്നും വലിയൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ബോൻ്റെ പാറ്റേണിൽ ആകെ 2 സ്റ്റിച്ചസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യയും സ്ലിപ്പ് സ്റ്റിച്ചും, ഈ 2 സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തത്. സിമ്പിൾ സ്റ്റിച്ചസുമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ബോ ചെയ്തെടുക്കാം. സ്റ്റിച്ച് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ബോ ആണ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ യാൺ ഡിസ്പെൻസറിൽ വെക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം 68 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. 68 ചെയിൻ സ്റ്റിച്ചസ്. അപ്പോൾ 1 2 3 4 5 6 7 8. സോ 68 ചെയിൻ സ്റ്റിച്ച് ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലാണ് ബാക്കി സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപോലെ ചെയിൻ സ്റ്റിച്ച് വരാൻ നോക്കുക, മാക്സിമം ട്വിസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ. അപ്പോൾ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടേണിങ് ചെയിൻ സ്റ്റിച്ചാണ്, ഇതിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിനെ ലീവ് ചെയ്ത് സെക്കൻഡ് സ്റ്റിച്ചിലാണ് ഇനി 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. യാൺ ഓവർ ചെയ്ത് സ്റ്റിച്ചിലൂടെ എടുത്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ 3 ലൂപ്സിലൂടെ എടുക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിനെ മാർക്ക് ചെയ്ത് വെക്കാം. സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റിച്ചിന് എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണം. ഫസ്റ്റ് റോ കഴിഞ്ഞ് സെക്കൻഡ് റോ എൻഡ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അത് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി വീണ്ടും 8 ഹാഫ് ഡബിൾ ക്രോഷ്യേസ്. 1 2 3 4 5 6 7 8. ഓക്കെ, കാണാം 8 ഹാഫ് ഡബിൾ ക്രോഷ്യ പ്ലസ് ഈ ഒരു ഫസ്റ്റിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്ലൂഡ് ചെയ്ത് ടോട്ടലി ഇപ്പോൾ 9 സ്റ്റിച്ചസ് ഉണ്ടാവും. 9 ഹാഫ് ഡബിൾ ക്രോഷ്യസ് ചെയ്തു. ഇനിയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ബാക്കിയില്ല. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചസിലൂടെ 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഓക്കെ, അപ്പോൾ 6 സ്ലിപ്പ് സ്റ്റിച്ചും റെഡിയായി. ഇനി ചെയ്യാനുള്ളത്, ഇനി വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയില്ല, ഇനി വരുന്ന 16 സ്റ്റിച്ചസിലൂടെ 16 ചെയിൻ സ്റ്റിച്ചിലൂടെ 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. അപ്പോൾ കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസും ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ചെയ്യാനുള്ളത്
സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും കൂടുതൽ ടൈറ്റ് ആക്കാതെ ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, 16 ഹാഫ് ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്തു. എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാവുക? ഇനി വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, 6 സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ട്. ബാക്കിയുള്ള 9 സ്റ്റിച്ചസിലൂടെ 9 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. 1 2 3 4 5 6 7 8 9. ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാവുക. ഇത്രയും സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ലെയറാണ്. ബാക്കിയുള്ളതൊക്കെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാണ്. റോ 7 വരെ ഇത് സെയിം റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ചെറിയൊരു മാറ്റമുള്ളത്, എല്ലാ റോയിലും ബാക്ക് ലൂപ്പിൻ്റെ സ്റ്റിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് ബാക്ക് ലൂപ്പിൽ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നെക്സ്റ്റ് റോ 2 സ്റ്റാർട്ട് ചെയ്യണം. റോ 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയിൻ 1 ടേൺ, പാറ്റേൺ ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫ്രണ്ട് ലൂപ്പ്, ഇതാണ് ബാക്ക് ലൂപ്പ്. ഇപ്പോൾ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പിൽ എല്ലാ ഫ്രണ്ട് ലൂപ്പും ലീവ് ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് ഈ ഒരു റോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് വീണ്ടും ഫസ്റ്റ് 9 സ്റ്റിച്ചസിൽ 9 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പ് ഓൺലി ആണ്. ദെൻ സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ 3 4 5 6 7 8 9. ഇപ്പോൾ കാണാം, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഡൗട്ട് ഉള്ളവർ വീണ്ടും ഈ ഒരു പൊസിഷനിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് റോ വരുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൺഫ്യൂഷൻ ആവും. അപ്പോൾ സംശയമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിന് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, അതും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് എൻഡിങ് സ്റ്റിച്ച്. ഇതും ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട്.
9 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലിപ്പ് സ്റ്റിച്ചിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ചാണ്. 1 ബാക്ക് ലൂപ്പ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. 2 3 4 5 6. ഓക്കെ, കണ്ടില്ല ഇങ്ങനെയാണ് വരിക. ഇനി വീണ്ടും 16 സ്റ്റിച്ചസിൽ ബാക്ക് ലൂപ്പിൽ മാത്രം 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. കൗണ്ട് ചെയ്ത് ചെയ്യാം. 1 2 3 4 5 6 7. എല്ലാ സ്റ്റിച്ചസും ബാക്ക് ലൂപ്പ് തന്നെയാണ് കേട്ടോ. ഇനി എല്ലാ റോയിലും ബാക്ക് ലൂപ്പിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഞാനത് വീണ്ടും പറയുന്നില്ല. എല്ലാ സ്റ്റിച്ചസിനെയും ബാക്ക് ലൂപ്പ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. 2 4 6 7 8 9 10 11 12 13 14 15 16. ഇനി വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാറായി. ബാക്ക് ലൂപ്പ് മാത്രം സെലക്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് 1 2 3 4 5 6. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, ഇനി വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാറായി. ബാക്ക് ലൂപ്പ് ഉള്ളി സ്ലിപ്പ് സ്റ്റിച്ച് 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെറ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇനി ബാലൻസ് 9 സ്റ്റിച്ചസ് ഉണ്ടാവും. 9 സ്റ്റിച്ചസിലൂടെ 9 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാണ്. 1 2 3 4 5 6 7 8
കംപ്ലീറ്റ്. സ്റ്റിച്ച് മാർക്കറിൻ്റെ സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്, നമുക്കത് ഊരി കൊടുക്കാം. ലാസ്റ്റ് ബാക്ക് ലൂപ്പ് ഓൺലി, ഹാഫ് ഡബിൾ ക്രോഷേ. ഇങ്ങനെയാണ് പാറ്റേൺ ഫോം ചെയ്ത് വരുന്നത്. ഇപ്പോൾ റോ 1ഉം റോ 2ഉം കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ വീണ്ടും ചെയിൻ 1 ചെയ്യാം ആൻഡ് ടേൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ലൂപ്പ് വരിക, ഇതാണ് ബാക്ക് ലൂപ്പ് വരിക. വീണ്ടും ബാക്ക് ലൂപ്പിലൂടെ മാത്രം ചെയ്യാം. ഫ്രണ്ട് ലൂപ്പ് കംപ്ലീറ്റ് ഫ്രണ്ട് ലൂപ്പും ലീവ് ചെയ്ത് വീണ്ടും ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ബാക്ക് ലൂപ്പ് മാത്രം സെലക്ട് ചെയ്ത് ഇതുപോലെ സെയിം റോ 2 റിപ്പീറ്റ് ചെയ്യാം. അൺടിൽ റോ 7 വരെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഇത്ര വിഡ്ത്ത് വരെയുള്ള ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. സെവൻത്ത് റോ ആണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരിക. 7 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 റോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 റോ ഉണ്ട്. ഇനി ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുക. ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഓക്കെ, ഈ സ്ലിപ്പ് സ്റ്റിച്ച് വരുന്ന ഭാഗം ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് 1 2 3 3 പോർഷനിൽ സ്ലിപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട്. 3 പോർഷൻ ഇവിടെ ആക്കും, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടു. ഓക്കെ, എന്നിട്ട് ഇവിടെ ടൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ബോ ആയിട്ട് വരുന്നത്. അത് ടൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈലൻ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ആണ് വീവ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈലൻറ്റും ലാസ്റ്റ് ടൈലൻറ്റും ഉണ്ട് ഇവിടെ. രണ്ടും വീവ് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു യാണ് കട്ട് ചെയ്തിട്ടാണ് സെൻറ്ററിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്, വൈൻഡ് ചെയ്തെടുക്കുന്നത്. 2 ടൈലൻറ്റും നല്ല നീറ്റായിട്ട് ഉള്ളിൽ ഹൈഡ് ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ഓരോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കൂടിയും ചെയ്തെടുക്കാം. നെക്സ്റ്റ് ടൈലൻറ്റും ഇതുപോലെ തന്നെ വീവ് ചെയ്തെടുക്കാം. വീവ് ചെയ്തതിന് ശേഷം ഇതിലൊരു പോർഷൻ, ഏത് പോർഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ആക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ബാക്ക് സൈഡിലാണ് ഇങ്ങനെ 2 ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എല്ലാ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ കേട്ടോ, നമുക്ക് കാണാം. എന്നിട്ട് ഇവിടെ ഞാൻ വേറെ യാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ വൈൻഡ് ചെയ്തെടുത്തതാണ്. ഓക്കെ, കണ്ടില്ലേ? പിന്നെ ഈ ആണ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ലെങ്ത്ത് ടൈലൻഡ് കുറച്ചൊന്ന് ലീവ് ചെയ്തിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ബാക്ക് ഒന്ന് നോക്കുക, ബാക്കിലും കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. കറക്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഭാഗമൊക്കെ ഒരുപോലെ വെക്കാം. ഇത് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ നോക്കാം. കറക്റ്റ് മുന്നിലൊക്കെ നല്ല വൃത്തിയിൽ ചുറ്റിയെടുക്കാം.
ഞാൻ ടൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ, നല്ല ലൂസ് ആക്കിയിട്ടല്ല ചെയ്യുന്നത്, അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ചുറ്റിയെടുക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഉണ്ടല്ലോ, നല്ല വൃത്തിയിൽ ചുറ്റിയെടുക്കും വേണം. ടൈറ്റ് ആക്കുന്നുണ്ട്, നല്ല വൃത്തിയിൽ കറക്റ്റായിട്ട്. ഓക്കെ, ഇനി ഈ രണ്ട് സൈഡും രണ്ടറ്റൊന്ന് കെട്ടിക്കൊടുക്കാം. ഡബിൾ നോട്ട് ഇടുക കേട്ടോ. ഡബിൾ നോട്ട് എന്നാൽ ഫസ്റ്റ് ഒരൊട്ടം ഇങ്ങനെ എടുക്കും, വീണ്ടും ഒന്നുകൂടി ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കും. ഓക്കെ, ഇതാണ് ഡബിൾ നോട്ട്. അപ്പോൾ തീരെ ഊരി വരില്ല അത്. ഓക്കെ, ഇനി ഇതിനൊന്ന് വീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കട്ട് ചെയ്യുന്നതിലും വൃത്തി ഇതിൻ്റെ ബാക്കി ടൈലൻ്റ് ഒന്ന് ഇതുപോലെ ഉള്ളിലേക്കാക്കി ഹൈഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഓക്കെ, ഇതുപോലെ മറ്റേ ടൈലൻ്റും ഒന്നുള്ളിലേക്ക് ഹൈഡ് ചെയ്തിട്ട്. ഓക്കെ, ഇതിനി നിങ്ങൾക്ക് ഫ്രോക്കിലോ ഹെഡ് ബാൻഡിലോ അല്ലെങ്കിൽ ക്ലിപ്പിലൊക്കെ ഇത് ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടില്ല, നല്ല വൃത്തിയിൽ വന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ടാഗ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഈസി ആയിരുന്നോ അതോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ഫോളോ ചെയ്യാൻ? ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ പറ്റാവുന്ന, നിങ്ങൾക്ക് കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഫോട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.